ഇന്ത്യൻ മെഡിക്കൽ കോഡ്സ് ഭാരതീയ ചികിത്സാ പഴഞ്ചൊല്ലുകളുടെ ഭാഗത്തിൽ കുളി, സ്നാനം വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ടുണ്ട്. നല്ല കുളി കുളിച്ചാൽ കിട്ടുന്നൊരു സുഖം. ഇപ്പം ഞാനിവിടെ വന്നു, സ്നാനത്തിൽ വീട്ടിൽ മോട്ടർ അടിച്ചു, വെള്ളം ശുദ്ധമായ നല്ല വെള്ളം, ഉടനെ നല്ലൊരു കുളി. സ്നാനം നാമ മന പ്രസാദനകരം ദുസ്വപ്ന വിധ്വംസനം എന്നാണ്. സ്നാനവും നാമവും. സ്നാനം നാമ മനപ്രസാദനകരം. മനപ്രസാദനകരം മനസ്സിന് പ്രസാദമുണ്ടാക്കും, വിഷാദമില്ലാണ്ടിരിക്കും. നല്ലപോലെ കുളിക്കുക, 1, 2, 3 പ്രാവശ്യം കുളിക്കുക. എന്താ കുഴപ്പം? ദുസ്വപ്ന വിധ്വംസനം എന്നാണ്. ദുസ്വപ്നങ്ങളെ ഉണ്ടാക്കില്ല, പേടി ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. അസുഖങ്ങളുടെയൊക്കെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് മനസ്സിലാണ്. അപ്പം മനസ്സിനെ ശുദ്ധമാക്കാൻ കുളി. ശരീരത്തെ ശുദ്ധമാക്കിയാൽ ശരീര മനസ്സോ യോഗ എന്നാണല്ലോ. ശരീരത്തെ ശുദ്ധമാക്കുമ്പോഴും മനസ്സിന് കുറേ ഒരു ഉന്മേഷം കിട്ടും. അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കർമ്മങ്ങളുടെ ഭാഗമായിട്ട് കുളി അത്യാവശ്യമാണ്. പലരും അങ്ങനെയല്ല, ഞാൻ എന്തായാലും പുറത്ത് പോകും, പണിയെടുക്കുന്നുണ്ട്, പണിയെടുക്കാൻ പോയിക്കോളൂ, നിങ്ങൾ പൊടിയിൽ പോയിട്ട് പണിയെടുത്തോളൂ. പക്ഷെ കുളി കഴിഞ്ഞിട്ടാവട്ടെ, കുറച്ചും കൂടി ഒരു ആരോഗ്യം കിട്ടും. അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എന്തായാലും വേർക്കും, കുളി കഴിഞ്ഞിട്ടാവട്ടെ അടുക്കളയിൽ കയറുന്നത്. അതൊരു ശീലമാക്കണം. പലരും അങ്ങനെയല്ല, പുറത്താളെ കാണിക്കാൻ പോകുമ്പോൾ മാത്രം കുളിക്കുന്നവരാണ്. അടുക്കളയിൽ കയറുമ്പോഴൊക്കെ കുളിച്ചിട്ടേ കയറാവൂ. രാവിലെ എഴുന്നേറ്റ് ഒരു പ്രഭാത കർമ്മങ്ങളുടെ ഭാഗമായി സ്നാനം ഭാഗമാക്കുക. അത് കഴിഞ്ഞ് ഒന്ന് വിളക്ക് തെളിയിക്കുക, നാമം ചൊല്ലുക. മനപ്രസാദനകരം ദുസ്വപ്ന വിധ്വംസനം എന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളൊന്നും മനസ്സിലുണ്ടാവില്ല, നന്മ വരും.